പളികളെ പാരിപ്പിളേ നിലമേ പളിക്കല പാരിപ്പിളേ വരെ ഓടിയം എന്ത് വെയിലത്ത് ഇവിടെ കിടന്ന് വിളിക്കുന്നത്? വേറെ പണിയൊന്നും ഇല്ലയോ? വേറെ പണിയില്ലാത്തതുകൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ആണോ? അപ്പോൾ ഇതിന് വല്ല മെച്ചമുണ്ടോ? ആരെങ്കിലും ശമ്പളം തരുമോ? വണ്ടിക്കാരെ കാരുണ്യം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു. അപ്പോൾ ഈ ഇങ്ങനെ വണ്ടിയില്ലെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഈ ഡ്രൈവറും കണ്ടക്ടർമാരും കേൾക്കുമോ? ഈ സമയത്ത് പോകാൻ പറഞ്ഞാൽ പോകുമോ അവർ? പറഞ്ഞാൽ കേൾക്കുമോ അവർ? ഇപ്പോൾ ട്രാഫിക് പോലീസ് പറഞ്ഞാൽ അവർ ചിലപ്പോൾ കേൾക്കത്തില്ലല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞാൽ കേൾക്കുമോ? വിശ്വാസമുണ്ട്. ഈ വരുന്നവരൊക്കെ ഈ ജനങ്ങൾ യാത്രക്കാരായിട്ട് വരുന്നവരടുത്ത് ചോദിച്ചാലേ അവർ സ്ഥലമൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ടോ? അവർക്കിപ്പോൾ ഏക ആശ്രയം താങ്കളാണ്. ഇവിടെ മറ്റാരും ഇല്ല ചോദിക്കാൻ. എങ്ങോട്ട് പോകണം? ഈ മലയോര പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങോട്ട് പോകണം, ഏത് സ്ഥലത്തോട്ട് പോകണമെന്നൊക്കെ തിട്ടമില്ലാതെ നിൽക്കുമ്പോൾ താങ്കളാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ തന്നെ പറഞ്ഞു. എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം കഴിഞ്ഞു. ആണോ? അപ്പോൾ ഈ വരുന്നപ്പോൾ ഈ ജീവനക്കാരൊക്കെ താങ്കൾ വന്നതിന് ശേഷം വന്ന ജീവനക്കാരായിരിക്കത്തില്ലേ? അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഇവിടെ വരുന്ന യാത്രക്കാരും അവരും എല്ലാം തന്നുള്ള സഹായമാണ്. അല്ലാതെ മറ്റൊരു ജീവിതമാർഗം എനിക്കില്ല. അപ്പോൾ ഇങ്ങനെ ജീവിച്ചാണ് ഞാൻ എൻ്റെ കുടുംബങ്ങൾ മുമ്പോട്ട് തള്ളി നീക്കുന്നത്. അതന്നെ. കുട്ടികളുണ്ടോ? 2 കൊച്ചുങ്ങളുണ്ട്. ആൺകുട്ടിയോ പെൺകുട്ടിയോ? 2 ആൺപിള്ളേർ. 2 ആൺകുട്ടിയോ? എത്ര വയസ്സ് ഇതുണ്ട്? മൂത്തവന് 18 വയസ്സ് കഴിഞ്ഞു. ഇളയനോട് 18 വയസ്സായി. ഭാര്യ ഉണ്ടോ? ഭാര്യ ജോലി ഉണ്ടോ? അത് വീട്ടു ജോലിക്കൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ അതിന് ഞാൻ വല്ലതൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അതും പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട്. എത്ര മണിക്ക് വരും കാലത്ത്? രാവിലെ ഒരു 8 തവണ ഞാൻ ഇവിടെ എത്തും വരും. വൈകിട്ട് 5 മണി വരെ ഉണ്ട്. 5 മണി വരെ ഉണ്ട്. വന്ന് ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഭക്ഷണം ഹോട്ടലിനടുത്ത് കഴിക്കും. നമ്മൾ ഇവർ ഈ സമയങ്ങളിൽ എത്ര സ്ഥലങ്ങളിൽ പോകേണ്ട ബസ്സുകൾ തിരക്കൊന്നും കൂട്ടത്തില്ല. നമ്മൾ ചെന്ന് ബഹളം ഒക്കെ പറയുമ്പോഴത്തേ പോകും. നമ്മളെ എതിർത്തൊന്നും പറയത്തില്ല. കൊല്ലം ജില്ലയിലെ മലയോര ഗ്രാമമായ കടയ്ക്കൽ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടുത്തെ ഒരു ട്രാഫിക് പോലീസ് തന്നെ എന്ന് പറയാം. ഇദ്ദേഹം ശ്രീ വിനു ആണ്. ഏതാണ്ട് ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് നടക്കാൻ വയ്യാതെ ഒരു അസുഖം വന്നതാണ്. പക്ഷേ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്ക്, ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ ബസ്സിലെ ജീവനക്കാർക്കും സമയാസമയങ്ങളിൽ അവരെ ബസ്സുകൾ ആ പ്രദേശത്തേക്ക് പറഞ്ഞു വിടാനും അല്ലെങ്കിൽ ഈ യാത്ര ചെയ്യാൻ വരുന്നവർക്ക് എത്ര മണിക്കാണ്, ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് അവർ ചോദിക്കുന്ന വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഈ ബസ് സ്റ്റാൻഡിൽ മറ്റ് ഇൻഫർമേഷൻ സെൻറ്ററുകളോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കാലത്ത് ഏതാണ്ട് 8 മണിയോടുകൂടി വരികയും വൈകുന്നേരത്ത് ഒരു 5 മണിയോടുകൂടി തിരിച്ചു പോവുകയും ചെയ്യുന്ന ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ജീവിക്കാൻ പല മാർഗ്ഗങ്ങൾ നമ്മുടെ ജനങ്ങളെല്ലാം സ്വീകരിക്കുമ്പോൾ ആരുടെ കയ്യിലും കൈനീട്ടാതെയും ഭിക്ഷയാചിക്കാതെയും അദ്ദേഹത്തിനാൽ കഴിയുന്ന ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ കണ്ടെത്തിയത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു വാഹനമില്ലായിരുന്നു. ഇവിടെ വന്നിരുന്നു കൊണ്ടാണ് ഈ ബസ്സുകൾ ഇങ്ങനെ പറഞ്ഞു വിടുകയും യാത്രക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിലൊരു വാഹനം വാങ്ങിക്കൊടുക്കുന്നത്.